ഹലോ ഇന്നൊരു സ്പെഷ്യൽ ആയാലോ അത് ഫിഷ് കൊണ്ട് മീൻ ഇഷ്ടമല്ലാത്തവർ പോലും ഇഷ്ടപ്പെട്ടു പോകുന്നൊരു റെസിപ്പിയാണിത്. മസ്റ്റ് ട്രൈ എന്ന് തന്നെ ഞാൻ പറയുള്ളൂ കേട്ടോ. ഇതിൻ്റെ റെസിപ്പി എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഗാർലിക് പേസ്റ്റും കുറച്ച് സുറുക്ക ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഇതൊന്നൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുന്നുണ്ട്. ഞാൻ ഉപ്പിടാൻ മറന്നു കേട്ടോ, അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ മസാലയോട്ട് മീൻ ആഡ് ചെയ്തിട്ട് ഇതൊന്ന് നന്നായിട്ട് മസാല ഒക്കെ തേച്ച് പിടിപ്പിക്കണം. മാക്സിമം ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് എങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അങ്ങനെ എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്കൊന്ന് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളെ മീൻ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് ചെറിയ ഉള്ളിയും കറി ലീഫ്, വെളുത്തുള്ളിയും പച്ചമുളകും ആണ് കേട്ടോ ആവശ്യമായിട്ടുള്ളത്. പിന്നെ കുറച്ച് തേങ്ങാപ്പാലും വേണം. അങ്ങനെ തേങ്ങാപ്പാലും ഒക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ഒരു ചട്ടി എടുത്തിട്ട് അതിൽ വാഴൻ്റെ ഇല വെക്കുന്നുണ്ട്. അതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ തേങ്ങാപ്പാലോട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് റെഡിയാക്കി എടുക്കാം. കുറച്ച് വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത് ചെറിയ ഉള്ളി, കറി ലീഫ്, കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ലാസ്റ്റായിട്ട് ഇതിൽ ആഡ് ചെയ്യാൻ പോണ കുരുമുളക് ആട്ടോ. കുരുമുളക് ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഇതിൻ്റെ ഒരു ക്രീമി ടെക്സ്ചർ ആട്ടോ ഇതിനുള്ളത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഫിഷ് ഇവിടെ റെഡി ആയിട്ട് സ്പെഷ്യൽ റെസിപ്പി ആയിട്ടുള്ള ഭയങ്കര ജ്യൂസിയും ക്രീമി ആയിട്ടുള്ള ഈ ഫിഷ് നമ്മളിത് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം എന്നേ ഞാൻ പറയുള്ളൂ. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഓക്കെ, ബൈ.